ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു S&T ഫുഡീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ആൻഡ് വെറൈറ്റി ദോശയായിട്ടാണ്. റാഗി ഫ്രൂട്ട് ദോശ. റാഗി പോഷകങ്ങളുടെ കലവറയാണല്ലേ. നമ്മുടെ ഡയറ്റിൽ എപ്പോഴും റാഗി ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഇതിൽ ഹൈ പ്രോട്ടീനും അയൺ കണ്ടൻറ്റും ഫൈബറും വിറ്റമിൻസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് റാഗി പൗഡറാണ്. ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാല് കുറേശ്ശെ ഒഴിച്ച് ഒരു ലൂസ് ബാറ്ററാക്കി മിക്സ് ചെയ്തെടുക്കണേ. പാലിന് പകരം നിങ്ങൾക്ക് വെള്ളം എടുത്താലും മതി കേട്ടോ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ വരുന്ന ഓൾ എന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കാമേ. കുറച്ച് ബദാമും കുറച്ച് നട്ട്സും കിസ്മിസും എടുത്തിട്ടുണ്ട്. 1 ആപ്പിളും ഒരു ചെറിയ പഴവും ചെറുതായി അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് എടുക്കാം കേട്ടോ. ഇനി ഈ ബാറ്ററിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബദാമും നട്ട്സും കിസ്മിസും ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കാമേ. ഡേറ്റ്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. എൻ്റെ കയ്യിൽ ഡേറ്റ്സ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി എടുക്കണം. എന്നിട്ട് ഈ ബാറ്റർ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ചെറുതായിട്ട് പ്രസ് ബട്ടൺ വെച്ച് ഒന്ന് അടിച്ചെടുക്കണേ. അടിച്ചെടുത്തുകൊണ്ട് വന്ന ബാറ്ററാണ് ഇത്. ഇനി ഇതിലേക്ക് ഒരു 3 സ്പൂൺ ശർക്കര പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഫ്രൂട്ട്സൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇതിൽ മധുരം കാണും കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി ഞാൻ കുറച്ച് പാലും കൂടെ ഒഴിച്ച് ലൂസായിട്ട് കലക്കി എടുക്കുന്നുണ്ട്. ദോശമാവിനെക്കാട്ടിലും ലൂസാക്കി കലക്കണം കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ തടവി ദോശ ചുട്ടെടുക്കാമേ. ഇതിലേക്ക് ഒരല്പം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കണേ. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ ഹെൽത്തി ആൻഡ് വെറൈറ്റി റാഗി ഫ്രൂട്ട് ദോശ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ദോശയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.